വേദി നല്ല കഥയൊക്കെ സജീഷ് വളരെ കവിതകളെപ്പറ്റിയുള്ള ഓട്ടമുള്ള രീതിയിലൊക്കെ അവതരിപ്പിച്ചു. നമ്മൾ വേദി വന്ന കഥ 4 വർഷമായി നമ്മൾ വേദി തുടങ്ങിയതെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് തുടങ്ങിയത്. അന്ന് അവിടെ 8 പേരുണ്ട്. ആദ്യത്തെ മീറ്റിംഗ് 8 പേര്. ഞാൻ റിട്ടയർഡ് ആയ ശേഷം 12 സാഹിത്യ വേദികളിൽ പോയി സജീവമായി പ്രവർത്തിച്ചു. അവിടെ നിന്ന് കിട്ടിയ വിട്ടളയുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ നിന്ന് മാറി വന്നു. അപ്പൊ എനിക്ക് ഞാനെന്തൊക്കെ എഴുതുന്നുണ്ട്, എനിക്ക് ആരെന്തെങ്കിലും കാണിക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ വിളിച്ചു കൂട്ടി എൻ്റെ വീട്ടിൽ ഞാൻ മുന്നോട്ട് വെച്ച് അത് കഴിഞ്ഞ് എന്നെ തുടങ്ങി. അതാണ് സത്യത്തിൽ നടന്നത്. എനിക്ക് ഞാൻ എഴുതിയത് ആരെങ്കിലും കാണിക്കണം, അതാണ് എൻ്റെ സത്യം. അങ്ങനെ അത് വേദി കൂടുതലായി ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. എൻ്റെ മുറ്റത്ത് സ്ഥലമില്ലായിരുന്നു, വീട്ടിൻ്റെ ഹാളുണ്ടാക്കി. പിന്നെ നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ച് രജിസ്ട്രേഷൻ ചെയ്തു. അതാണ് ഇന്നിപ്പോൾ കന്യാകുമാരി ജില്ലയിലുള്ള രജിസ്ട്രേഷനുള്ള ഏക സാഹിത്യ വേദി നമ്മുടെ സാഹിത്യ സഭയുടെ വേദിയാണ്. ഏക വേദിയാണ്. രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് ഞാൻ ആഡിറ്റ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടൊക്കെ ആഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം ആഡിറ്റ് ചെയ്ത് വാങ്ങിച്ചു. കറക്റ്റായിട്ട് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും റിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം 4ാമത്തെ വർഷമാണെങ്കിൽ നമ്മൾ കൂടുന്ന 3ാമത്തെ വേദിയാണ്. നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗ്യം വേണം. ഇവിടെ NDKS കോളേജ്, അതിൽ പ്രധാനമായിട്ടും ഞാൻ നന്ദി പറയുന്നത് പ്രസവം മാത്രമേ നന്ദി പറയുന്നത്. ഇവിടെ വിളിക്കുകയും നമ്മളുമായിട്ട് MOU സൈൻ ചെയ്യുകയും നമുക്കിവിടെ മാസം തോറും വേദി നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി തരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഈ വേദി തീർച്ചയായിട്ടും ഇത്രയും വളർത്താൻ പറ്റിയത്. എനിക്ക് ഇനിയും ആളുകൾ വരും, തീർച്ചയായിട്ടും വരും. എന്ന് വെച്ചാൽ ഞാൻ 5 ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോമ്പറ്റീഷനൊക്കെ നടത്തിയിട്ടുണ്ട്. 50ഓളം പ്രൈസ് വാങ്ങിക്കാനുള്ള പിള്ളേരുണ്ട്. പിള്ളേരെല്ലാവരും വരും, എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് വരുമായിരിക്കും. കവികളും പലരും വരാൻ പറഞ്ഞാലും എത്തിയിട്ടില്ല. പക്ഷെ മദ്രാസിൽ നിന്ന് വരെ വന്നിട്ടുണ്ട് ഇവിടെ ആളുകൾ. മദ്രാസിൽ നിന്ന് ചെന്നൈ കലക്ഷനുണ്ട്. പിന്നെ അവസരത്തിന്റെ ഒരാൾ വന്നിട്ടുണ്ട്. ബാക്കി ഒരു സെറ്റ് വരും. പ്രസിഡന്റൊക്കെ വരുന്നിടത്ത് ഏറ്റതാണ് കണ്ടില്ലേ, വന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും ആളുകളെ ഇനിയും വരും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഗസ്റ്റുകളെ കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരെ കുറിച്ചും വിവരമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത്, നമ്മൾ തൂലിക എന്നൊരു വാർഷിക പദത്തിൽ കിടക്കുന്നുണ്ട്. ട്രെയിനിലാണ് തൂലിക എന്നൊരു വാർഷിക പദത്തിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട്. ട്രെയിനിങ്ങിലാണ്. അതിൻ്റെ ഈ പ്രാവശ്യം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പുസ്തകം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് പ്രവേശനം ചെയ്യണം. പ്രവേശനം ചെയ്ത ശേഷം നമ്മൾ ആർട്ടികൾ കൊടുത്ത ആളുകൾക്കൊക്കെ നമ്മൾ പുസ്തകം ഫ്രീ ആയിട്ട് കാപ്പി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു ജോലിയാണ്. ഞാനൊരു ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ആകെ വേദിയിൽ നിന്ന് ഒരു കമ്മിറ്റി ഉണ്ടെങ്കിലും ചുരുക്കം നിങ്ങളുടെ സപ്പോർട്ടുകൾ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സജിത്തിനെ, ഗിരിജ, ജനത ഇവരൊക്കെ നന്ദി പറയണം. അവരൊക്കെ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സജിത്ത് ശരിക്കും ഉറങ്ങാതെയാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കി നന്ദി തീർച്ചയായിട്ടും പറയണം. അത് വീണ്ടും നമ്മളിന്ന് ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആഹാരം ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 40ഓളം കവികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കവിത ചൊല്ലാനും കവിതയും കഥയൊക്കെ ചൊല്ലാൻ 40ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 10-20 പേര് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 10-20 പേരെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരെയും എനിക്ക് അറിയാനുള്ളവരും ഞാൻ പ്രവർത്തനത്തിൽ പല വേദികളിലും പോവുകയും അവരുമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്നതാണ്. ശരി, ഞാനിനി കൂടുതലായിട്ട് എന്നുവെച്ചാൽ നമുക്ക് കവിതകളും പിന്നെ ഡാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡാൻസുകൾ ചെയ്യാൻ പിള്ളേരുണ്ട് ഇവിടെ. പിന്നെ 1-2 അവാർഡ് ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ വേദികളായിട്ട് 1-2 അവാർഡ് കൊടുക്കുന്നുണ്ട്. സ്മാരക അവാർഡ്, ഒരു പത്മനാഭൻ അവാർഡ്, പിന്നെ കുമ്പകോട് ചന്ദ്രശേഖരൻ അവാർഡ്, അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അവാർഡ് കൊടുക്കുന്നുണ്ട്. 2 അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് വലിയ ആരാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇനി ഒന്നുമില്ല. എന്തായാലും നമുക്ക് സമയമില്ല. 40 ആളുകൾ കവിതകളെല്ലാം വരുന്ന പറയുന്നുണ്ട്. പിന്നെ പ്രൈസ് എല്ലാവർക്കും ഞാൻ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
കൂടാതെ വേറൊരു കാര്യം പറയാനുള്ളത് MBBS BEd കോളേജിൽ നിന്ന് കുറേ വോളണ്ടിയേഴ്സിനെ കുറച്ച് സാറിനെ കേരളത്തിൽ തന്നിട്ടുണ്ട് ഇന്നത്തെ വേദി വളരെ സുഗമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രം തമിഴ് സംഘത്തിന്റെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ഉറുദു പരമേശ്വര അവാർഡ് എനിക്കാണ് അവർ തന്നത്. തമിഴ് സംഘവുമായിട്ട് ഇനി ഞാൻ ഈ വേദി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാറിനെ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാറിനെ വിളിക്കുന്നു. സാർ ഈ വേദി ഒന്ന്